ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നിലമ്പൂർ തേക്കിൻ മ്യൂസിയത്തിലേക്കാണ്. കുറച്ചു നേരം പൊരിവെയിലത്ത് നിൽക്കേണ്ടി വന്നെങ്കിലും കണ്ണേട്ടന്റെ ബസ് എത്തി. അങ്ങനെ ഞങ്ങളതേ ബസ്സിൽ കയറി. ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നു. അതും എന്റെ കിട്ടിയവന്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റി. പിന്നെ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞൊക്കെ അങ്ങ് പോയി. ഞങ്ങളൊരു ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. ഫൈനലി ഇത് ഞങ്ങൾ തേക്കിൻ മ്യൂസിയം എത്തി ഗൈസ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളത് അകത്തേക്ക് കയറി. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിറച്ച് തേക്കുകളും അതുകൊണ്ടുണ്ടാക്കിയ വസ്തുക്കളുമാണ്. കാണാനാണെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട് ഗൈസ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒരുത്തി ദേ അവിടെ തേക്കുകളുടെ എണ്ണം എടുക്കാണ് ഗൈസ്. ഇതിനകത്ത് നിന്ന് സമയം പോണതേ അറിയത്തില്ല. പിന്നെ ഇവക്ക് ഏതെങ്കിലും ഒരു കണ്ണാടി കിട്ടിയാൽ മതി. പിന്നെ ഈ കാണുന്ന ബട്ടർഫ്ലൈസ് എല്ലാം ഒറിജിനൽ ആണ് കേട്ടോ. പിന്നെ തേക്ക് കൊണ്ടുണ്ടാക്കിയ കുറെ ഫ്രെയിംസുകൾ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇവൾക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ അപ്പൊ തന്നെ മണിച്ചിത്ര താഴിലെ നാഗവല്ലി ആകണം. അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ കാണാൻ കുറെ വെള്ളച്ചാട്ടവും ചെടികളും മരങ്ങളും പൂന്തോട്ടവും മൊത്തത്തിലൊരു പച്ചപ്പ് മയമാണ്. ഞാനിവിടെ 3-4 തവണ വന്നിട്ടുണ്ടെങ്കിലും എന്റെ ഫാമിലി ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് ഉണ്ട് ഗൈസ്. കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും ഞങ്ങളും ആരും കാണാതെ കയറി കളിച്ചു ഗൈസ്. അങ്ങനെ വൈകുന്നേരം 4 മണിയായി. ഇവിടെ നിന്ന് സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വെള്ളം കുടിക്കാൻ ഒരു ഷോപ്പിൽ കയറി. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ലൈമും കട്ട്ലേറ്റും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോഴത്തേക്കും ഏട്ടന്റെ ബസ് തിരിച്ചു വന്നു. ഇനി ഞങ്ങൾ വീട്ടിൽ പോകണം. അപ്പൊ ബൈ ഗൈസ്.